നിറഞ്ഞ സദസ്സിൽ അറബി ബൈത്തിന്റെ ഈരടികളോടെ 5 താളത്തിൽ നിറഞ്ഞാടി ദഫ്മുട്ട് മത്സരം. വലിയ ജനാവലിയാണ് മത്സരം വീക്ഷിക്കാനെത്തിയത്. കേരളത്തിലെ ഇസ്ലാം മതവിശ്വാസികളുടെ ഇടയിൽ പ്രചാരമുള്ള കലാരൂപമാണ് ദഫ്മുട്ട്. ദഫ് എന്നത് ഒരു പേർഷ്യൻ പദമാണ്. പ്ലാവിന്റെ വേര് കടഞ്ഞെടുത്ത് ആട്ടിൻ തോൽ സ്ഫുടം ചെയ്ത് ചരട് വലിച്ചു മുറുക്കി 8 ഇഞ്ച് വ്യാസത്തിലും 3-4 ഇഞ്ച് ഉയരത്തിലും നിർമ്മിക്കുന്ന ഉപകരണത്തിൽ ശ്രുതി നിയന്ത്രിക്കുന്ന ഉപകരണമാണ് ദഫ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ആഘോഷവേളകളിൽ ഗാനാലാപനത്തോടൊപ്പം ദഫ് മുട്ടി ചുവടുവയ്ക്കുന്ന പതിവുണ്ടായിരുന്നു. കേരളത്തിൽ ഇസ്ലാം മതത്തിന്റെ പ്രചാരണത്തിന് മുൻപ് തന്നെ റോമാക്കാരുടെ ആരാധനാലയങ്ങളിൽ ഈ കല പതിവുണ്ടായിരുന്നത്രേ. അറബി ബൈത്തുകളോ അറബി മലയാള സാഹിത്യത്തിലെ ഗാനങ്ങളോ ആലപിച്ചുകൊണ്ട് 10 പേരിൽ കുറയാത്ത സംഘങ്ങളായി താളപ്പെരുക്കങ്ങൾ തീർത്ത് ഉയർന്നും താഴ്ന്നും ചെരിഞ്ഞും ചുവടുകൾ വെച്ചാണ് ഇത് അവതരിപ്പിക്കുന്നത്. സ്വലാത്ത് അഥവാ പ്രാർത്ഥനയോടെയാണ് ഇത് ആരംഭിക്കുന്നത്. പതിഞ്ഞ ശബ്ദത്തോടെ ആരംഭിച്ച് മേളം 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം എന്നിങ്ങനെ വളരുന്നു. അനുഷ്ഠാനകർമ്മങ്ങളായ കുത്റാത്തിബ്, നേർച്ചകൾ തുടങ്ങിയവയുടെ ഭാഗമായും വിവാഹം പോലെയുള്ള ആഘോഷവേളകളിലും ഈ കലാരൂപം അവതരിപ്പിക്കാറുണ്ട്. പ്രവാചകൻ മദീനയിലെത്തിയപ്പോൾ മദീനക്കാർ ദഫ്മുട്ടിയായിരുന്നു വരവേറ്റതെന്ന് ചരിത്രം പറയുന്നു. മുസ്തഫ കാണിയിൽ, ഷറഫ് അലി പന്തന്നൂർ, മുസ്തഫ അദാനി പടപ്പറമ്പ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് വിധി നിർണയം നടത്തുന്നത്. 10 വർഷങ്ങൾക്ക് മുൻപ് ചാവക്കാട് ഉപജില്ലയിലെ മത്സരവേദികളിൽ കാണികളെ പിടിച്ചു നിർത്തിയിരുന്ന ദഫ്മുട്ട് ഇടക്കാലത്ത് നിലവാര തകർച്ച നേരിട്ടിരുന്നുവെന്നും എന്നാൽ ഈ വർഷത്തെ മത്സരാർത്ഥികളെല്ലാം മികവ് പുലർത്തിയതായും വിധികർത്താക്കൾ പറഞ്ഞു. ദഫ്മുട്ട് മത്സരത്തിന്റെ ഫലമാണ് അറിയിക്കുന്നത്. ഈ മത്സരഫലം അറിയിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടെയാണ് അറിയിക്കുന്നത് എന്ന കാര്യം നിങ്ങളെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. 3 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 3 ടീമും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷമാണ്. ടീം CCTV.